24 മണിക്കൂർ പണിമുടക്ക് അത് അവസാനിച്ചിട്ടുണ്ട്. തിരികെ സാധാരണ രീതിയിലേക്ക്, സാധാരണ പൂർവ്വാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളൊക്കെയും? മുന്നോട്ടുള്ള പോക്ക്, തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർമാരുടെ? അക്ഷയ, സംസ്ഥാനത്തും ശക്തമായ പ്രതിഷേധ പരിപാടികളുമൊക്കെ തന്നെയായിട്ടാണ് IMA അടക്കമുള്ള സംഘടനകൾ ആഹ്വാനം ചെയ്ത സമരം മുൻപോട്ട് പോയത്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ട് KGMOA, KGIMOA, KMCTA തുടങ്ങിയ സമരങ്ങൾ കൂടെ സമരത്തിനൊപ്പം ചേർന്നതോടുകൂടി തന്നെ സമരം ശക്തമായി തന്നെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ശക്തമായ സമരം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും OP അടക്കമുള്ളവ, പിന്നെ അത്യാഹിത വിഭാഗം അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ബാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടായ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളോ അതുമായി ബന്ധപ്പെട്ട ആശുപത്രി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന രീതിയിലേക്കോ സംസ്ഥാനത്തെ കാര്യങ്ങൾ മാറിയില്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ്. OP ഒക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ, ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ, ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും സംസ്ഥാനത്ത് വലിയ ശക്തമായ പരിപാടികളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലേക്കാണ് ഇവിടെ സമരങ്ങൾ മുൻപോട്ട് പോയതെന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും അത്യാഹിത വിഭാഗം അടക്കമുള്ളവയൊക്കെ തന്നെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ബാക്കി രോഗികളടക്കമുള്ളവർ വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെയാണ് സംസ്ഥാനത്തെ സമരം കടന്നുപോയത്. പക്ഷേ മെഡിക്കൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ പറയുന്നത് സെൻട്രൽ പ്രൊട്ടക്ഷൻ നിയമം എന്തായാലും കേരളത്തിലടക്കം നടപ്പിലാവണം. കാരണം ഇവിടെയും വിദ്യാർത്ഥികളടക്കം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വന്ദനാദാസിന്റെ അടക്കമുള്ള മരണത്തിന്റെ സമയത്ത് വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭ സമര പരിപാടികളൊക്കെ തന്നെയാണ്. ഇനിയും ശക്തമായ സമര പരിപാടികൾ ഇത്തരത്തിൽ മുൻപോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് KGMOയും KGIMAയും KMCTA അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. എന്തായാലും ശക്തമായ സമര പരിപാടികൾ ഇനിയും വരും ദിവസങ്ങളിലേക്കും IMA ആഹ്വാനം ചെയ്താൽ സംസ്ഥാനത്തുണ്ടാകും. അത് സാരമായി തന്നെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഗോകുല് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈ പ്രതിഷേധം, അത് പണിമുടക്ക് അവസാനിച്ച പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയാണ്. പക്ഷേ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള കാര്യം തന്നെയാണ് രാജ്യവ്യാപകമായി ഡോക്ടർമാർ അറിയിക്കുന്നത്. ഡോക്ടർമാരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം.